സത്യ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നമ്മുടെ മണ്ടന്മാരായ അണികളുടെ ആവേശം ഒട്ടും കുറയ്ക്കുക. ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ ഞാൻ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ്. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. എപ്പോഴും പറയുന്ന ഡയലോഗ്. അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ഇവിടെ മന്ത്രിയാവുന്ന ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ. അത് പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമോ? തീർച്ചയായും റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? തീർച്ചയായും വയനാടിന് വലിയ വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വികസനം വരുമല്ലോ. നമുക്ക് കൂടുതൽ യാത്രാ സൗകര്യം, ചരക്ക് അങ്ങനെയുള്ള വികസനം കൊണ്ടുവരും. തീർച്ചയായും ബത്തേരിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ചോ ഈ പാർട്ടിയില്ലേ ബുദ്ധിയും ബോധമുള്ള ആരില്ലേ? നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. താങ്ക് യു. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, അത് ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത് പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളായിട്ട്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാകാൻ പോവുകയാണ്. എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വിശക്കലോട്ടോ, കാറ്റ് പറയായിരിക്കല്ലേ. ആകാശത്തേക്ക് നോക്കൂ, കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി.